കവിതകൾ എന്നും വായനക്കാരന്റെ ഉള്ളിൽ നിലനിൽക്കും. കവിതകളിൽ വിഷം കലർത്തി വിളമ്പുകയായിരുന്നു അയ്യപ്പൻ. ചെന്നനായകത്തിന്റെ മുകളിൽ നിന്ന് ക്ഷീരം നികർന്നതുകൊണ്ടാകാം ഈ കവിതകളിൽ ഇത്തരം വിഷവീരം കലരാൻ പ്രധാന കാരണം. അയാളുടെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന മുറിവുകൾ ഇയാളെ കൊണ്ട് ഇപ്രകാരം എഴുതാൻ പ്രേരിപ്പിച്ചതുമാകാം. എന്തുതന്നെ ആയിരുന്നാലും ഈ കവിതകൾ പലരെയും മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. കവിയേൽപ്പിലെ മറ്റൊരു പ്രതിപാദ വിഷയം കുഞ്ഞുങ്ങളായിരുന്നു. എന്നും വാത്സല്യത്തോടെയായിരുന്നു അയാൾ കുട്ടികളെ നോക്കിക്കണ്ടിരുന്നത്. അവരോടെപ്പോഴും കൂട്ടുകൂടുവാനും അവർക്ക് മിഠായിയും മറ്റും വാങ്ങി നൽകാനുമൊക്കെ അയ്യപ്പനെന്നും തൽപരനായിരുന്നു. തന്റെ പെങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെയെല്ലാം അയാൾ ഒരുപോലെ സ്നേഹിച്ചു. മുല്ലകൾ, നക്ഷത്രങ്ങൾ, മണ്ണിൽ മഴവില്ല് വരുന്നു തുടങ്ങിയ തന്റെ ബാല്യസാഹിത്യങ്ങളിലൂടെ കുട്ടികൾക്കായ ധാരാളം കവിതകൾ ഈ കവി ചിട്ടപ്പെടുത്തിയിരുന്നു. കുഞ്ഞുണ്ണി മാഷിനോളം വരില്ലെങ്കിലും ഒരിക്കലും കുറയില്ല ഈ അയ്യപ്പൻ മാഷ്. മൃത്യുവിന് ഒരു വാക്കേ ഉള്ളൂ, വരൂ പോകാം. മരണത്തെ എപ്പോഴും കൂടെ കൂട്ടിയ മനുഷ്യനാണ് കവി. ഒരിക്കലും അയാൾ അതിനെ ഭയപ്പെട്ടിരുന്നില്ല. കരളുരുകിരിക്കുമ്പോഴും കവിതയെ മുറുകെ പിടിച്ച് വേദനയെ മറക്കുവാൻ ശ്രമിച്ചു. എത്രയോ തവണ ഇയാളുടെ ജീവിതം ഉടൻ ഒതുങ്ങുമെന്ന് പലരും പ്രവചിച്ചതാണ്. അവരൊക്കെ കാലം ചെയ്തിട്ടും അയ്യപ്പൻ ജീവിച്ചു ഏറെ നാൾ. ജീവിച്ച കാലത്തിൽ നെഞ്ചിനുള്ളിലുണ്ട് ബാഷ്പം ഒളിച്ചു വെക്കുകയും എല്ലാവരെയും ഒരു കാവ്യച്ചിരി കൊണ്ട് ചേർത്തിണക്കുകയും ചെയ്ത കവി മരണത്തിന്റെ ഹൃദ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന അനേകം കവിതകൾ എഴുതിയിട്ടുണ്ട്. മോർച്ചറി, മരിക്കുന്നതിന്റെ പക്ഷി, മൃത്യുവചനം, ഈ കവിതകളെല്ലാം തന്നെ വായനക്കാരന്റെ മനസ്സിൽ മരണത്തിന്റെ ഭാരം വെച്ചിരുന്ന കവിതകളാണ്. തെറ്റിയോടിയ സെക്കൻഡ് സൂചി. കവി അയ്യപ്പന് മേൽ നിയന്ത്രണങ്ങളില്ലായിരുന്നു. അതിനാൽ തന്നെ അയാൾ ജീവിച്ചത് ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും തികച്ചും വിഭിന്നമായ വിധത്തിലായിരുന്നു. ഒത്തിരി താളപ്പിഴകൾ നിറഞ്ഞതായിരുന്നു ആ കാവ്യജന്മം. ആരുടെയും വരുതിക്ക് നിൽക്കാത്ത വിധം അയാൾ ഓടുകയായിരുന്നു എന്ന് പറയാം. ലഭിച്ച സ്നേഹം തിരസ്കരിച്ചതിനാൽ അച്ഛനെന്ന വിളിയോ ഒരു ഉമ്മയോ കിട്ടാതെ എനിക്ക് പോകേണ്ടി വരും. തന്നെക്കുറിച്ച് തന്നെയുള്ള ഈ തേങ്ങൽ വലിയൊരളവിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യവും വർണ്ണിക്കുന്നുണ്ട്. സ്വന്തമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കാത്തതിനാൽ ഒരു നിയമത്തിന്റെയും കുരുക്കുകൾ അയാൾക്ക് മേലില്ലായിരുന്നു. സ്വയം തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ജീവിതത്തിലുടനീളം അയ്യപ്പൻ. നാമൊക്കെ പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ഒളിച്ചു വെച്ചാണ് അനുദിന ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. കുറേയേറെ കള്ളത്തരങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ അയ്യപ്പനാകട്ടെ എല്ലാം തുറന്നെടുത്തുകളായിരുന്നു. ജനിയോടുള്ള സ്നേഹം ഇതിനൊരു ഉദാഹരണം മാത്രം. അയാളെ സംബന്ധിച്ചിടത്തോളം ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലായിരുന്നു. അങ്ങനെ നേടിയെടുക്കേണ്ട ഒരധികാരവും അയാൾക്ക് ആവശ്യമില്ലായിരുന്നു. എന്റെ ജീവിതമാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം. ഇതിലെന്റെ രക്തവും കണ്ണീരുമുണ്ട്. ഒരു ഘടികാരമാകണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. സൂചി തെറ്റിയോടുന്നതിൽ എനിക്ക് പങ്കില്ല. അയ്യപ്പന് ബോധ്യമുണ്ടായിരുന്നു അയാളുടെ ജീവിതം നയിക്കപ്പെടുന്നത് ശരിയായ വഴിയിലൂടെ ആയിരുന്നില്ല എന്നത്. എന്നാൽ ഒരിക്കലും കരകയറാനാവാത്ത വിധം അയാൾ തളയ്ക്കപ്പെടുകയായിരുന്നു. ഒരു മദ്യപാനായ അയ്യപ്പനെ തന്നെയാണ് പലരും ആഗ്രഹിച്ചത്. മദ്യത്തിന്റെ ലഹരിയിൽ അയാളുടെ കവിക്ക് ശക്തി പ്രാപിക്കുമെന്നതായിരുന്നു വസ്തുത. അതുകൊണ്ടൊക്കെ തന്നെയാവണം പലപ്പോഴും വിശന്നു നിൽക്കുന്ന അയാൾക്ക് ഭക്ഷണം നൽകുന്നതിന് പകരം മദ്യം പകരാൻ പലരും പരിശ്രമിച്ചത്. തന്റെ സ്വപ്നത്തിലെ മദ്യമിളകിയ ആനയെ 51 അക്ഷരങ്ങൾ കൊണ്ട് തളയ്ക്കുന്നുവെന്ന് കവി എഴുതുമ്പോൾ അയാൾ ബോധവാനായിരുന്നു അയാളുടെ ജീവിതം മതമിളകിയ ആനയ്ക്ക് തുല്യമാണെന്ന്. ജീവിതത്തെ വസ്തുനിഷ്ഠമായി നോക്കിക്കാണാൻ അയ്യപ്പന് കഴിഞ്ഞിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്നത് അയാളുടെ കവിതകൾ തന്നെയായിരുന്നു. കവിതകളിൽ അയാൾക്ക് ഒരിക്കലും ബോധ്യങ്ങൾ നഷ്ടപ്പെടാറില്ല. എത്രമാത്രം ലഹരിക്കടിമയാണെങ്കിലും അയാളുടെ കവിതകൾ വ്യക്തത നിറഞ്ഞതായിരുന്നു. ഞാൻ ദിക്കുകൾ തെറ്റി നടന്നവൻ, കവിതയിലേക്ക് എപ്പോഴും തിരിച്ചു വരുന്നവൻ, സ്വയം അച്ചുതണ്ടിൽ തിരിയുന്ന കവി, മനുഷ്യൻ, കാമുകൻ. അസ്തമയങ്ങളിൽ ഞാൻ എന്റെ കൂട്ടുകാരുടെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഏതു ലോകത്തു നിന്നും ഒരു കാൽനടക്കാരനായി അവരിലേക്ക് തിരിച്ചു വരുവാനും. കവി, സുഹൃത്ത് എന്ന നിലയിലൊക്കെ അയ്യപ്പൻ ഒത്തിരി ബോധവാനായിരുന്നു എന്ന വസ്തുത മേലുദ്ധരിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഒരിക്കലും കവിതയെ പിരിഞ്ഞ് അയാൾ ജീവിച്ചിരുന്നില്ല. സുഹൃത്തുക്കളുടെ കാര്യമാകട്ടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ മാത്രമേ അവരെ നോക്കിക്കണ്ടിരുന്ന അദ്ദേഹത്തിന് അവരിൽ നിന്നുള്ള ക്രൂരമായ ഒരു നോട്ടം പോലും താങ്ങാനാവില്ലായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ അയാളിൽ ആരെങ്കിലും മുറിവുകൾ ഏൽപ്പിച്ചാൽ പിന്നീട് ഒരിക്കലും അയാൾ അവർക്ക് ബാധ്യതയാവില്ല. എന്നാൽ തന്റെ സ്വന്തം കുറവുകളുടെ അംഗീകരിക്കാൻ തയ്യാറായവരെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. കവി സെബാസ്റ്റ്യനുമായി ഉണ്ടായിരുന്ന സ്നേഹബന്ധം മാത്രം പരിശോധിച്ചാൽ മതിയാവും ഇത് മനസ്സിലാക്കാൻ. അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വാവ യേശുനാഥ പാടുന്ന അയ്യപ്പൻ പലരുടെയും സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. പലപ്പോഴും ബോധമുണ്ടെന്ന് നടിക്കുന്നവരെക്കാൾ ബോധവാനായിരുന്നു അയാൾ. ഇയാൾ ജീവിച്ച ജീവിതം അതൊരിക്കലും അയാൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് നമുക്ക് വേണ്ടി അത്തരത്തിലാവുകയായിരുന്നു. തന്റെ ജീവിതകാലത്തിൽ ഒത്തിരിയേറെ പഴികേൽക്കേണ്ടി വന്ന ഒരുവനായിരുന്നു കവി. എന്നാൽ ഇവയ്ക്കിടയിലും
ഒരു യഥാർത്ഥ കവിക്ക് വേണ്ട ഗുണഗണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താൻ ഇയാൾ തയ്യാറായിരുന്നില്ല. അയ്യപ്പൻ അരാജകവാദിയോ? ഞാൻ ബലിയാടായി തുടരുക തന്നെ ചെയ്യും, മറ്റാരെങ്കിലും അതാവേണ്ടിയിരിക്കെ. സ്വയം ഒരു ബലിയാടായി നിന്നുകൊടുക്കുകയായിരുന്നു ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെയും ചൂടുപറ്റാതെ വേറിട്ടൊരു കാഴ്ചപ്പാടിലൂടെ സഞ്ചരിച്ച കവി. തുടക്കത്തിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളോട് ചായ്വ് കവി കാണിച്ചിരുന്നു. എന്നാൽ പിന്നീട് താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം പല കാരണങ്ങളാൽ അതിന്റെ പേരിൽ നിന്ന് അകന്നു മാറുന്നത് കണ്ട് കവിയുടെ മനസ്സ് നുറുങ്ങുകയായിരുന്നു. നമ്മുടെ കേരളത്തിൽ പലർക്കും സംഭവിച്ചതിൽ കവിയും ഇരയാകുകയായിരുന്നു എന്നതാണ് സത്യം. അയാൾ മനസ്സുറപ്പിച്ച സമൂഹത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടായപ്പോൾ നേട്ടങ്ങൾ കൊതിക്കാത്ത ഇയാൾ വഴിമാറി പോവുകയായിരുന്നു. രാജാവില്ലാത്ത നാഥനില്ലാത്ത ആൾ എന്നാണ് അരാജകവാദിക്ക് നിഘണ്ടുക്കൾ കാണുന്ന അർത്ഥം. അതായത് ഭരണകൂടത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ് പൊതുവെ അരാജകവാദികളെന്ന് വിധിക്കുക. ഇവിടെ അയ്യപ്പൻ എപ്രകാരമാണ് അരാജകവാദിയാകുന്നത്? സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്നത് അതെപ്പോഴും ആരെങ്കിലുമൊക്കെ ക്രൂശിച്ചുകൊണ്ടിരിക്കും. അതുതന്നെയാണ് ഇവിടെ കവിക്കും സംഭവിച്ചത്. സെമിത്തേരിയിലെ ക്രൂശികളിൽ ഒന്നിൽ ഞാനും സ്വയം ക്രൂശിതനാവുന്നു. ഒരിക്കലും ഒരു സാധനമോ ഒരു തലോടലോ ഏറ്റുവാങ്ങാതെ അയാൾ പീഡനമേൽക്കാൻ സ്വയം തയ്യാറാവുകയായിരുന്നു. വ്യവസ്ഥാപിതമായൊരു കുടുംബജീവിതം നയിക്കാത്തതുകൊണ്ടോ അമിതമായ ലഹരി ഉപയോഗിച്ചതുകൊണ്ടോ അയാൾ അരാജകവാദിയാവുന്നില്ല. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ക്രമക്കേടുകൾ തുറന്നുകാട്ടാൻ കവി കാണിച്ച കരുത്ത്, പിന്നെ ജോൺ എബ്രഹാം, സുരാസു തുടങ്ങിയവരുള്ള ചങ്ങാത്തം, ഇവയാണ് അരാജകവാദി എന്ന പേരിന് കാരണമായത്. തന്റെ സുഹൃത്തുക്കളെ മരണം നേരത്തെ വിളിച്ചുവെങ്കിലും അദ്ദേഹം ഒറ്റയാൾ പടയോട്ടം നടത്തുകയായിരുന്നു സ്വന്തം കവിതകളിലൂടെ. ഒരുവന് അരാജകവാദി എന്ന് മുദ്രകുത്തുമ്പോൾ പിന്നെ അയാളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് അയ്യപ്പന്റെ കാര്യത്തിലും സംഭവിച്ചത്. അയാളുടെ നേർക്കുള്ള ചെവി കൊട്ടിയടക്കലുകളായിരുന്നു ഇത്തരം പഴിചാരലുകൾ. ഏതൊരു എഴുത്തുകാരിലും ഒരു അരാജകവാദിയുണ്ട്. അത് അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്, ഒപ്പം അങ്ങേയറ്റം സർഗാത്മക ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതുമാണ്. അങ്ങനെയെല്ലാം ആകുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ അപ്രസക്തനാകുന്നത്. അധികാരത്തെ, സർഗാത്മകമല്ലാത്ത ജീവിത പരിസരങ്ങളെ രചനകളിലൂടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ അത് ചെയ്യുന്ന ആളുടെ ജീവിതം മറ്റു മനുഷ്യരിൽ നിന്ന് വിഭിന്നമാകും. ചിലരിൽ അത് ആന്തരികമായി മാത്രം സംഭവിക്കുന്നു, മറ്റൊരു ചിലരിൽ അത് ബാഹ്യവുമായിരിക്കും. നമ്മുടെ നാട്ടിൽ കരിങ്കൊടിക്ക് വോട്ട് ചെയ്ത ഒരേ ഒരു കവിയായിരുന്നു അയ്യപ്പൻ. അയാളുടെ പല കവിതകളും രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവയായിരുന്നു. ഇത്തരം കവിതകളിൽ പ്രകോപിതരായവരാണ് അദ്ദേഹത്തെ അരാജകവാദികളുടെ കൂട്ടത്തിൽപ്പെടുത്തിയത്. അല്ലാതെ അതൊരിക്കലും മദ്യപാനത്തിന്റെ പേരിലായിരുന്നില്ല. ടി പി രാജീവൻ അയ്യപ്പനെ കവികളുടെ ആദിമനിവാസി എന്ന് വിളിക്കുന്നുണ്ട്. കവിതയെ മാത്രം കുലത്തൊഴിലായി സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇത്തരത്തിൽ ജീവിതം നയിക്കുന്ന ഒരാൾ മറ്റുള്ളവരുടെ മുമ്പിൽ അയോഗ്യനായി മാറുന്നു. ഒരിക്കലും ആദിമനിവാസികളെ പരിഷ്കൃതരായ ജനവിഭാഗങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ ആരുടെയും തണൽ പറ്റാതെ സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്ര രചനകൾ നടത്തിയ കവിയോട് സ്വാതന്ത്ര്യത്തെ വെറുക്കുന്നവർ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. തെരുവിൽ കിടന്നുറങ്ങിയ ഒരാൾ തന്റെ ചുറ്റുപാട് നിലക്കുന്ന പലതും കാണുന്നുണ്ട്. പല മാന്യന്മാരുടെ തനിനിറവും അയാൾ കണ്ടിരുന്നു. അതിനാൽ തന്നെയാണ് ആ കവിതകൾ ജീവസുറ്റതായി മാറിയത്. മുതലാളിത്തത്തിന്റെ കപട ജീവിത സങ്കല്പങ്ങളെയും സാമാന്യബോധത്തിന്റെ ഹിംസകളെയും സ്വന്തം ജീവിതം കൊണ്ടും കവിത കൊണ്ടും ആഴത്തിൽ മുറിവേൽപ്പിച്ച കവിയാണ് എ അയ്യപ്പൻ. റഷ്യൻ സാഹിത്യത്തിൽ ബ്രോഡ്സ്കിയെ പോലെ കത്തുന്ന ഇമേജറികളും പ്രക്ഷുബ്ധങ്ങളും കലാതാത്മകതയും കൊണ്ട് മനോഹരമാണ് അയ്യപ്പന്റെ കവിതകൾ. അവ നമ്മുടെ അപമാനീകരിക്കപ്പെട്ട സംസ്കാരത്തെയും കരുണയുറഞ്ഞു പോയ ഹൃദയങ്ങളെയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടുവാനും മക്കളില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടുവാനും ചിലവേ നീ കൂട്ടുകാരാ, രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെ തീ കണ്ടുവോ. കിടപ്പാടമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുകയാണ് കവി ഈ കവിതയിലൂടെ. പലപ്പോഴും നേരം പോക്കുകൾക്ക് വേണ്ടി കവിത എഴുതുന്ന ഒരാൾക്കും ഇത്തരത്തിലുള്ള വരികൾ എഴുതുവാൻ കഴിയില്ല. അതിനാൽ തന്നെ അവരുടെ മുമ്പിൽ കവിയെന്നും അരാജകവാദിയായി തന്നെ തുടരും. അസാധാരണക്കാരനായ മനുഷ്യനാണ് ഞാൻ. നിങ്ങളോടൊരിക്കലും എനിക്ക് പൊരുത്തപ്പെടാനാവില്ല. നിങ്ങൾക്ക് എന്റെ കവിതയോടെന്ന പോലെ. ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ